അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യെരമ്യാ പ്രവചനം 42 അധ്യായം 6 വാക്യം. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണമുണ്ടാകേണ്ടതിന് അവൻ പറയുന്നത് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ അനുസരിക്കും എന്ന് ജനങ്ങൾ യെരമ്യാ പ്രവാചകനോട് പറഞ്ഞു. നല്ലൊരു വാക്യം കർത്താവ് ദാനമായി തന്നല്ലോ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ ചാനൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, ദൈവജനത്തിൻ്റെ മുൻപിൽ ഒരു തീരുമാനം. അവർക്ക് ഗുണം വരേണ്ടതിന് അവർ ഗുണമായാലും ദോഷമായാലും ദൈവം പറയുന്നത് അനുസരിക്കണം എന്നുള്ളൊരു വെളിപ്പാട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹമല്ലാതെ ദോഷത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ പറയുന്നത്, ദൈവം പറയുന്നത് ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കും. അതിൻ്റെ അർത്ഥം ദൈവം ചിലപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ദോഷമെന്ന് തോന്നുന്നത് പലതും ദൈവം പറയും. അങ്ങനെ അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ, ഇയ്യോബ് ദൈവത്തിൽ നിന്ന് വരുന്ന ദോഷവും നന്മയും ദോഷവും എല്ലാം അംഗീകരിക്കുവാൻ സന്നദ്ധനായി താൻ അവിടെ പാർക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഗുണത്തിന്മേൽ മാത്രം നോക്കുന്ന ഒരു നോട്ടം. അവൾ ധനികനായ ഒരുവൻ്റെ ഭാര്യയായിരുന്നു. ധനികനായ ഒരുവൻ്റെ ഭവനത്തിൽ കഴിയുന്നതായ ആ പ്രൗഢിയും ബഹുമാനവും ആ വലിയ ആഡംബര ജീവിതങ്ങളുമെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു. ദോഷം മാത്രം അവിടെ കൺമുമ്പിൽ വന്നപ്പോൾ ജീവിതത്തിൽ വലിയ തകർച്ച, ജീവിതത്തിൽ വലിയ വേദന, നിരാശ, പിന്മാറ്റങ്ങൾ അവിടെ ജീവിതത്തിൽ വരികയുണ്ടായി. ഈ ദൈവത്തെ പിടിച്ചുകൊണ്ട് നടന്നാൽ ദോഷമേ വരികയുള്ളൂ, ഗുണവും ചെയ്യും ദോഷവും ചെയ്യും, ഇത് രണ്ടും കൂടെ ചെയ്യുന്ന ദൈവമുണ്ടോ എന്ന് അവൾക്ക് തന്നെ സംശയം. ദൈവം ചെയ്യുന്ന ദോഷത്തെ ഏറ്റുകൊള്ളുവാനുള്ളതായ ഒരു മനഃപ്രാപ്തി അവളിൽ നഷ്ടപ്പെട്ടു. ഇയ്യോബാകട്ടെ ദർശനം പ്രാപിച്ചവൻ, വെളിപ്പാട് പ്രാപിച്ചവൻ, ദൈവത്തെക്കുറിച്ച് ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞതായ മനുഷ്യൻ. അവൻ തൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, അല്ലയോ ഭാര്യയെ, ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെല്ലാം നന്മകൾ അനുഭവിച്ചിട്ടുണ്ട്. നീ എൻ്റെ ഭവനത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഏതെല്ലാം സൗകര്യങ്ങളാണ് ദൈവത്തിൽ നിന്ന് അനുഭവിച്ചത്. ദേശത്തിൻ്റെ നന്മകളെ അനുഭവിച്ചു. ആടുമാടുകളെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു, ദാസീദാസന്മാരെ തന്നു. ദേശത്ത് നല്ല പേര് നമുക്കുണ്ടായി. ഒരു ധനികമായ കുടുംബത്തെ അന്തരീക്ഷത്തിൽ നമ്മൾ പാർത്തത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവം തന്നതാ. അതുകൊണ്ടാണ് ഇയ്യോബ് പ്രാർത്ഥിച്ചത്, യഹോവ തന്നു, യഹോവ എടുത്തു എന്നുള്ളത്. നോക്കൂ, യഹോവ തന്നതെല്ലാം തിരികെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ കയ്യിൽ ഒന്നുമില്ലാതായി മാറി. അതിൻ്റെ അർത്ഥം അവനുണ്ടായിരുന്നതെല്ലാം ദൈവം കൊടുത്തതായിരുന്നു. ആ ദൈവം കൊടുത്തതിനെ ദൈവം തിരികെ എടുത്തെങ്കിലും അതിൻ്റെ 100 മടങ്ങായി ദൈവത്തിന് കൊടുക്കാൻ കഴിയുമില്ലെങ്കിൽ അവനെ വേറൊരു ബന്ധാവിൽ കൂടെ, വേറൊരു അനുഗ്രഹത്തിൽ കൂടെ നടത്തുവാൻ സർവശക്തിയുള്ള ഒരു ദൈവത്തെ അവൻ്റെ ദൃഷ്ടിയിൽ ദർശനമായി ഇയ്യോബ് കാണുകയുണ്ടായി. അതുകൊണ്ടാണ് തൻ്റെ ഭാര്യയോട് അവൻ ചോദിക്കുന്നത്, ദൈവത്തിൽ നിന്ന് നമുക്ക് അല്പം തിന്മയും കൂടെ അനുഭവിച്ചുകൂടെ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഇതാ ഇസ്രായേൽ ജനത്തിന് ഒരു വലിയ ഒരു നിശ്ചയം, നമുക്ക് എങ്ങനെയാണെങ്കിലും ഗുണം ദൈവത്തിൽ നിന്ന് വരണം. ഗുണമെന്ന് പറയുന്നത് മാത്രമല്ല, നമുക്ക് ഗുണം അവകാശമായി കിട്ടണം. നാം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ അവർ ഗുണത്തെ അല്ലാതെ ദോഷത്തെ ഒരിക്കലും അവർ അംഗീകരിച്ചിരുന്നില്ല. ദോഷം അവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ അവർ ബലഹീനപ്പെട്ടു പോയി. അവർക്ക് വിശക്കുമ്പോൾ അവർ എല്ലാ തിന്മകളും അല്ലെങ്കിൽ ദോഷമായിട്ടുള്ളതും ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ അവർ വിശന്നപ്പോൾ അവർ മിസ്രയീമിലെ ആഹാരത്തെയും ആ മത്തങ്ങയും ചീരയും മറ്റു വേണ്ട പല പല കാര്യങ്ങളും അവർ ആഗ്രഹിച്ചു, കൊതിച്ചു. എന്നാൽ ദൈവം ജനത്തിന് കൊടുത്തതായ ആഹാരം, ഭക്തനല്ലെങ്കിൽ ശക്തിമാന്മാരുടെ ആഹാരം, ആ മരുഭൂമിയിലെ ജീവിതത്തെ തരണം ചെയ്യുവാൻ തക്ക പ്രാപ്തിയുള്ള വൈറ്റമിൻസ് നിറഞ്ഞ ആഹാരമായിരുന്നു എന്ന് ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. മിസ്രയീമിലെ ആഹാരം ദൈവം അവർക്ക് മരുഭൂമിയിൽ കൊടുത്താൽ ആ ആഹാരം കൊണ്ട് അവർക്ക് ആ ചൂട് മണലാരണ്യങ്ങളിൽ കൂടെ നടക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ നന്മകൾ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ
തരണം ചെയ്യുവാനുള്ളതായ സകല വൈറ്റമിൻസും കലോറികളും നിറഞ്ഞ അനുഭവങ്ങളാണ് ദൈവം നമുക്ക് തരുന്നത്. ഒരു ഭക്തന് മാത്രമേ അതിനെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാടുണ്ടാകുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് നന്മയും തിന്മയും അംഗീകരിക്കുക. ദൈവം ചെയ്യുന്നത് ഗുണമായാലും ദോഷമായാലും അതിനെ അനുസരിക്കുക. അപ്പോസ്തലനായ യാക്കോബ് പറയുമ്പോൾ ദൈവം ദോഷങ്ങളാൽ മനുഷ്യനെ പരീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവം ദോഷം ചെയ്യുന്നവനല്ല, ദൈവം മനുഷ്യർക്ക് ഗുണം തന്നെ ചെയ്യും. എന്നാൽ നമ്മുടെ ദൃഷ്ടി ദോഷങ്ങളെ കണ്ട് അതിനെ, അല്ലെങ്കിൽ നമുക്കത് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ തന്നെ ഊഹിച്ചെടുക്കുന്നതിനാൽ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുള്ള ജീവിതമായി ദൈവം തരുന്നതായ വഴികളെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളുടെ പാർശ്വങ്ങളെ നമുക്ക് കാണുവാനും ദർശിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കാതെ വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. നിനക്ക് ഗുണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഗുണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ ഗുണം വരേണ്ടതിന്, തലമുറകളിൽ ഗുണം വരേണ്ടതിന്, നിന്റെ ജീവിതത്തിലും നിന്റെ പ്രവൃത്തിയിലും നിന്റെ ജോലിയിലും നിന്റെ ബിസിനസ്സിലും ഗുണം വരേണ്ടതിന്, നന്മ വരേണ്ടതിന്, ഉയർച്ച വരേണ്ടതിന് നിനക്കൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം നിന്നോട് പറയുന്നത് ഗുണമായാലും ദോഷമായാലും അതിനെ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാകണം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എപ്പോഴും നമ്മൾ ഗുണത്തെയും ലാഭത്തെയും കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെ ദൈവത്തിന് നമ്മെ നടത്താൻ കഴിയും? എന്നാൽ ദൈവം പറയുന്നത് ഗുണമായാലും ദോഷമായാലും ഞാനത് അംഗീകരിക്കും, ഞാനത് അനുസരിക്കും. അവൻ്റെ ഗുണത്തിന് മാത്രമേ അത് ഭവിക്കുകയുള്ളൂ. അതിൻ്റെ അന്തമോ അല്ലെങ്കിൽ അതിൻ്റെ അവസാനം, ആരംഭത്തിൽ അതെനിക്ക് വളരെ കഷ്ടവും കയ്പും വളരെ വൈഷമ്യമേറിയതായ പല കാര്യങ്ങളുമാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നാലും ശരി, അതിൻ്റെ അന്ത്യം മാധുര്യമുള്ളതായിരിക്കും, അതിൻ്റെ അവസാനം പ്രത്യാശ നിറഞ്ഞതുള്ളതായിരിക്കും എന്നുള്ളതായ ഒരു ദീർഘവീക്ഷണം ദൈവജനത്തിന് ഈ കാലങ്ങളിൽ ആവശ്യമാണ്. ഈ കാലഘട്ടം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഈ തലമുറയിൽ നാം അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി പോകുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, ഈ ലോകത്തിലെ നമ്മുടെ സാമൂഹിക ജീവിതമൊക്കെയും ഒരു വലിയ പ്രത്യാശ നിറഞ്ഞ സമാധാനമുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന്, ദൈവം ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെയും അത് ഗുണമായി ഭവിക്കേണ്ടതിന്, നന്മയ്ക്കായി കൂടി വ്യാപരിക്കേണ്ടതിന് ദൈവം ചെയ്യുന്നതായ പല കാര്യങ്ങളിന്മേലും ചോദ്യം ചെയ്യാതെ അതിനെ അനുസരിക്കുവാനുള്ളത് ഒരു സന്മനസ്. അങ്ങനെയുള്ള സന്മനസ്സുകളെ ദൈവം ആധികാരമേറ്റ്, അവരെ ഭാരമേറ്റ്, അവരുടെ വഴികളെ ദൈവം, അവരുടെ ഗമനത്തെയും അവരുടെ ആഗമനത്തെയും ദൈവം സ്ഥിരമാക്കി കൊടുക്കുന്നു. ഒരുവൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവൻ്റെ വരവും പോക്കുമെല്ലാം ദൈവം സ്ഥിരപ്പെടുത്തും. അവൻ എവിടെ പോകുന്നോ അവൻ തൻ്റെ ദൂതന്മാരെ അവർക്ക് മുമ്പായി അയക്കും. അവൻ ചെയ്യുന്നതും അവൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളിലൊക്കെ ഉള്ളതായ ദൈവിഷ്ടത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധ്യം അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ബോധ്യപ്പെടുത്തും. അവൻ്റെ കുടുംബങ്ങളിലെ, അവൻ്റെ കുഞ്ഞുങ്ങളിലെ, അവൻ്റെ ദേശത്തിലെ, ഭവനത്തിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ളതായ വലിയൊരു വിശാലമായ ഒരു വെളിപ്പാട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിൽ കൂടെ നമുക്ക് അതാണ് പ്രാപിക്കാനുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ അങ്ങനെയുള്ളൊരു മനോഭാവത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ അവനെയാണ് ഈ ലോകത്തിൽ അനേക നന്മകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നീതിമാൻ എന്നുള്ളതായ ഒരു ബോധ്യം അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഉണ്ടാകുന്നത്. അബ്രഹാമിനെ പോലെ, ഇസ്ഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ, ഭക്തന്മാരെ പോലെ ദോഷത്തിനല്ല, എപ്പോഴും ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിൽ കൂടെ ഉരുത്തിരിയുന്ന നന്മകളുടെ വശത്തെ കാണുവാനുള്ളതായ ഒരു പ്രാപ്തി, ആ പ്രാപ്തിയിലേക്ക് വളരുവാനുള്ളതായ ഒരു കാൽവയ്പ് ഈ പ്രഭാതത്തിൽ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ സംജാതമാകുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ അത് ആരംഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴികളെ കർത്താവ് ഏറ്റെടുക്കും. നിങ്ങളുടെ വഴികൾക്ക് ആശ്വാസവും സമാധാനവും കർത്താവ് തരും. അനേക ദിവസങ്ങളും കാലങ്ങളുമായി പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളുടെ മേൽ ദൈവം ചില തീരുമാനങ്ങളെ കൊണ്ടുവരും. ദൈവത്തിന് ചില കാര്യങ്ങൾ അതിൽ കൂടെ ചെയ്യുവാൻ കഴിയും. നിന്നെ പ്രസാദിപ്പിക്കാൻ പലപ്പോഴും ദൈവത്തിന് നന്മ മാത്രം നിന്നെ കാണിക്കേണ്ടി വരുന്നു. എന്നാൽ തിന്മകളുടെ ഭാഗത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു പോകണമെന്നുള്ളത് നിന്നെ പഠിപ്പിക്കേണ്ടതിന് ദൈവം നന്മയും തിന്മയും നിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, ജനത്തോട്, മനുഷ്യനോട് അതാണ് പറഞ്ഞത്, ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ നന്മയും തിന്മയും വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നന്മകളെ തിരഞ്ഞെടുക്കുവാനും
നന്മയായ വശങ്ങളിൽ കൂടെ ചിന്തിക്കുവാനും അതിൽ കൂടെ നടകൊള്ളേണ്ടതിനുമായി പ്രാപ്തിയുള്ളൊരു മനുഷ്യൻ എവനുണ്ടോ അവനാണ് ദൈവപുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവപുരുഷന്മാരായി ഈ ലോകത്തിൽ ശോഭിക്കുവാൻ, ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ തിരുവചനം മുഖാന്തരമായി ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ദാനമായി നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.